നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി കോടതി സമുച്ചയം നാടിന് സമർപ്പിച്ചു. ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ജഡ്ജിമാരുടെയും ജീവനക്കാരുടെയും കുറവുണ്ടെന്ന് ജസ്റ്റിസ് ടി.ആർ. രവി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ചൊവ്വാഴ്ച പൊൻകുന്നത്ത്. രാവിലെ 11 മണിക്ക് സ്വീകരണം. ഒരുക്കങ്ങൾ പൂർണ്ണം. വൈക്കത്ത് ഇനി സോളാർ ബോട്ടുകളും 4 ബോട്ടുകൾ സർവീസ് നടത്തും. വൈക്കം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ. ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് മുൻഗണന നൽകുമെന്ന് മാണി സി കാപ്പൻ എം.എൽ.എ. എലിക്കുളം അമ്പലംപടി തോക്കനാട്ടുപടി റോഡ് നവീകരണം തുടങ്ങി. വാർത്തകൾ വിശദമായി. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കാഞ്ഞിരപ്പള്ളി കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ടി.ആർ. രവി ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ജഡ്ജിമാരുടെയും ജീവനക്കാരുടെയും കുറവുണ്ടെന്ന് ജസ്റ്റിസ് ടി.ആർ. രവി പറഞ്ഞു. ഹൈക്കോടതി ജഡ്ജി എസ്. മനു മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞിരപ്പള്ളി കോടതി സമുച്ചയം പുതിയ രൂപത്തിൽ. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കോടതി സമുച്ചയത്തിന്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. 5 കോടി 3 ലക്ഷം രൂപ ചെലവിലാണ് മുകൾ നില ലിഫ്റ്റ് സംവിധാനം, അഡീഷണൽ കോർട്ട് ഓഫീസ് റൂം, റെക്കോർഡ് റൂം എന്നിവ നിർമ്മിച്ചത്. കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ടി.ആർ. രവി നിർവഹിച്ചു. സർക്കാരിന്റെ ബഡ്ജറ്റുകളിലെല്ലാം അവസാന പരിഗണന മാത്രമാണ് ജുഡീഷ്യറിക്ക് ലഭിക്കുന്നതെന്ന് ജസ്റ്റിസ് ടി.ആർ. രവി പറഞ്ഞു. ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ജഡ്ജിമാരുടെയും ജീവനക്കാരുടെയും കോർട്ട് റൂമുകളുടെയും വലിയ കുറവുണ്ടെന്നും ജസ്റ്റിസ് ടി.ആർ. രവി പറഞ്ഞു. As people's representatives, you will be aware of the budgets that have been coming through all these years, and you will find that the budget allocation for the judiciary is the least. That is the last priority. I think I'm right. You can verify, because when it becomes the last priority, naturally it will have all its problems. We have a very little staff strength. Whenever we ask for additional staff strength, it just doesn't happen. They either say there is more staff strength in some areas and you can adjust from there. That may not happen in a courtroom. See, can you have a stenographer when you don't have a stenographer? Actually, in high courts we have so much of shortage for staff, and whenever we ask the government for more staff, it just never happens. നമ്മൾ പേപ്പർലെസ് കോർട്ടുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ജസ്റ്റിസ് പറഞ്ഞു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായി. പുതിയ കോടതികൾ ഇനിയും അനുവദിക്കണമെന്നും ഡോക്ടർ എൻ ജയരാജ് അഭ്യർത്ഥിച്ചു. കോടതികളുടെ കുറവാണ് ഈ മേഖലയിൽ പ്രത്യേകിച്ച്. അപ്പം നമ്മുടെ ഫാമിലി കോർട്ട് ഉൾപ്പെടെ യഥാർത്ഥത്തിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മുടെ കോടതിയിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഏതെങ്കിലും രീതിയിൽ പുതിയ കോടതികൾ കൂടെ വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർക്ക് പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ ഒരു അഡീഷണൽ കോടതി കൂടി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സമീപകാലത്ത് കോടതികളിൽ പുതിയ കോടതികൾ വരാതിട്ട് പോയ ഏക കോടതി എന്ന് പറയുന്നത് നമ്മുടെ കോടതി മാത്രമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ബഹുമാന്യരായ ഹൈക്കോടതിയുടെ ജഡ്ജസ് ഉൾപ്പെടെയുള്ള വേദികളിലാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്ന് കോടതിക്ക് പുതിയ കോടതി കൂടി അനുവദിക്കാനുള്ള ഒരു സമീപനവും നടപടിയും ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം ഈ പ്രദേശത്തിൻ്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എസ്. മനു മുഖ്യാതിഥിയായി. ഒരു പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിന് വർഷങ്ങളുടെ കാത്തിരിപ്പ് ആവശ്യമാണെന്നും ചുവപ്പ് നാടയിൽ കുരുങ്ങുന്ന ഫയലുകളാണെന്നും തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് ജസ്റ്റിസ് എസ്. മനു പറഞ്ഞു. എസ്റ്റാബ്ലിഷ്മെന്റ് കമ്മിറ്റി പരിശോധിച്ചു. അത് പരിശോധിച്ചിട്ട് കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തു. റിവൈസ് ചെയ്യാൻ പറഞ്ഞു. അത് പോയി റിവൈസ് ചെയ്തു. ആ റിവൈസ് ചെയ്ത് വീണ്ടും ജില്ലാ ജഡ്ജി വഴി വന്ന് ഹൈക്കോടതിയുടെ കമ്മിറ്റിയിൽ വന്ന് ഞങ്ങൾ അപ്രൂവ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ പോകാനായിട്ട് നിൽക്കും. ഈ പറഞ്ഞ പരിപാടി ഞാനീ പറഞ്ഞത് 30 സെക്കൻഡ് കഴിഞ്ഞെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിന് 3 വർഷം എടുത്തു. അത് കഴിഞ്ഞ് വന്ന് ഇത് അപ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോഴാണ് PWDയുടെ ഒരു എഞ്ചിനീയർ വീഡിയോ കോൺഫറൻസിൽ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ കൈ ഉയർത്തി സാർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സാർ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ മിനിയാന്നാണ് അവിടെ പോയി നോക്കിയത്. അപ്പോൾ ആ കെട്ടിടം ഒരു ഹൈറൈസ് ബിൽഡിംഗ് ആയതുകൊണ്ട് അതിന് ഇത്ര വീതിയുള്ള വഴി വേണം, പക്ഷേ ആ വഴിക്ക് 3.5 മീറ്ററേ വീതിയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ 50 സെൻറ്റ് സ്ഥലം അവിടെയുണ്ട്. 3.5 വർഷത്തെ പ്രയത്നം കഴിഞ്ഞിട്ട് കമ്മിറ്റി അപ്രൂവ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട എഞ്ചിനീയർ പറയുന്നത് ഞാൻ മിനിയാന്നാണ് പോയി നോക്കിയത്, ഞാൻ ഈയിടെ ട്രാൻസ്ഫർ ആയി ഇവിടെ വന്നിട്ടേ ഉള്ളൂ, 3.5 മീറ്റർ വഴിയേ ഉള്ളൂ, അവിടെ ഇപ്പം നമുക്ക് പറ്റുകയില്ല. വഴിയുടെ വീതിയാണ് ആദ്യത്തെ പ്രശ്നം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വഴി ആരുടെയാണ്? പഞ്ചായത്ത് റോഡാണ്, PWD റോഡാണ്, എന്ത് സ്വഭാവത്തിലുള്ള വഴിയാണ്? സാർ അത് നോക്കിയിട്ടില്ല, അത് ഞാൻ നോക്കിയിട്ട് അടുത്ത മീറ്റിംഗിൽ പറയാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. വേറൊരു കെട്ടിടത്തിൻ്റെ ഞങ്ങൾ അപ്രൂവ് ചെയ്തു, ബാക്കി കാര്യങ്ങൾക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഇതുപോലെ തന്നെ
അന്ന് വന്ന എഞ്ചിനീയർ പറഞ്ഞു, സാർ ഒരു ചെറിയ പ്രശ്നമുണ്ട്, സോയിൽ ടെസ്റ്റ് നടന്നത് വിട്ടുപോയിരുന്നു. സോയിൽ ടെസ്റ്റ് നടത്താതെയാണ് 5 നില കെട്ടിടത്തിൻ്റെ പ്ലാൻ അപ്രൂവ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ഈ നടന്നു പോകുന്ന ഈ പ്രക്രിയയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അത്രയ്ക്ക് കുറവാണ്. ആന്റോ ആന്റണി എം പി, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ലില്ലി കെ, കോട്ടയം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തേജോമയി തമ്പുരാട്ടി, കാഞ്ഞിരപ്പള്ളി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബിജോയ്, സെക്രട്ടറി അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രോസ്, ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ചൊവ്വാഴ്ച പൊൻകുന്നത്ത് സ്വീകരണം നൽകും. രാവിലെ 11 മണിക്ക് രാജേന്ദ്ര മൈതാനത്താണ് സ്വീകരണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഫെബ്രുവരി 24-ന് പൊൻകുന്നത്ത് എത്തും. രാവിലെ 11 മണിക്ക് പൊൻകുന്നം രാജേന്ദ്ര മൈതാനത്ത് സ്വീകരണം നൽകും. ഗവൺമെന്റ് ഹൈസ്കൂൾ പടിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനെ വരവേൽക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, ഷാഫി പറമ്പിൽ, ആന്റോ ആന്റണി, മോൻസ് ജോസഫ്, NK പ്രേമചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. പുതുയുഗ യാത്രയെ വരവേൽക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും ഗതാഗത തടസ്സം ഉണ്ടാകാത്ത വിധത്തിൽ ജാഥ ക്രമീകരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ സ്വീകരണ കേന്ദ്രമായ പൊൻകുന്നത്തേക്ക് കടന്നു വരിക. പൊൻകുന്നത്ത് കൃത്യം 11:30-നാണ് നമ്മൾ സ്വീകരണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽപ്പെട്ട 9 മണ്ഡലങ്ങളിൽ നിന്നായി ഏതാണ്ട് 5000-ഓളം പ്രവർത്തകരും നേതാക്കളടക്കമുള്ള പ്രവർത്തകരും നേതാക്കളുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ പെട്രോൾ പമ്പ്, താഴത്തെ പെട്രോൾ പമ്പ്, കുമളി റോഡിലുള്ള സ്കൂൾ ജംഗ്ഷനിൽ നിന്നും, ഗവൺമെൻറ് സ്കൂൾ ജംഗ്ഷനിൽ നിന്നുമാണ് അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കുന്നത്. രാജേന്ദ്ര മൈതാനിൽ വെച്ചാണ് പൊതുസമ്മേളനം. UDFിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അടക്കമുള്ള, ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ UDF കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കൺവീനർ ജിജി അഞ്ചാനി, വൈസ് പ്രസിഡന്റ് TA ഷിഹാബുദ്ദീൻ, സെക്രട്ടറി മുണ്ടക്ക M. സോമൻ, കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന്, ജില്ലാ പഞ്ചായത്ത് അംഗം അജിത് മുതിരമല, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ കരീം മുസലിയാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വൈക്കം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷനെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വൈക്കത്ത് അനുവദിച്ച 4 സോളാർ ബോട്ടുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തവണക്കടവ് വൈക്കം ജലപാതയിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പ് അനുവദിച്ച 3 സോളാർ ബോട്ടുകളുടെ സർവീസിന്റെയും വൈക്കം സ്റ്റേഷൻ ഓഫീസ് സൗരോർജ്ജവത്കരിക്കുന്നതിന്റെയും ഉദ്ഘാടനം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. വൈക്കം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷനായി മാറിയെന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞു. 4 സോളാർ ബോട്ടുകൾ സർവീസ് നടത്തുന്ന വൈക്കം ജലഗതാഗത രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാണ്. സോളാർ ബോട്ടുകളിൽ സമീപ ഭാവിയിൽ AC സൗകര്യം കൂടി ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഉള്ള ബോട്ടുകളെല്ലാം 3 ബോട്ട്, ഒരു ബോട്ട് നേരത്തെ ഉണ്ട് സോളാർ ബോട്ടാണ്. ബാക്കി 3 ബോട്ടുകൾ കൂടി ഇന്ന് അനുവദിച്ചു. 100 പേര് കയറുന്ന ബോട്ടും 76 പേര് കയറുന്ന, മറ്റ് 75 പേര് കയറുന്ന 3 ബോട്ടുകളാണ്. ഇതുകൂടി വന്നു കഴിയുമ്പോൾ ഇവിടെയുള്ള 4 ബോട്ടുകളും വൈദ്യുതീകരിക്കപ്പെടുകയും അടുത്ത ദിവസങ്ങളിൽ തന്നെ അനർട്ടിൻ്റെ സഹായത്തോടുകൂടി അനർട്ട് തന്നെ ഇവിടെ ഈ സ്റ്റേഷൻ സോളാർ വൈദ്യുതിയിലേക്ക് മാറും. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാറിൽ ഓടുന്ന ബോട്ടുകളും സ്റ്റേഷനുമുള്ള ആദ്യത്തെ സ്ഥലമായി വൈക്കം മാറുകയാണ്. സാധാരണക്കാർ വളരെ കുറഞ്ഞ സബ്സിഡൈസ് റേറ്റിൽ, ചെറിയ റേറ്റിൽ യാത്ര ചെയ്യുന്ന ഇത്തരം സോളാർ ബോട്ടുകളെ മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്യാനുള്ള നിർദ്ദേശം ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹം എന്ന നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കും. വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ CK ആശ MLA അധ്യക്ഷത വഹിച്ചു. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശികുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KG രാജു, S ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം ആനന്ദ് ബാബു, സംസ്ഥാന ജലഗതാഗത ഡയറക്ടർ ഷാജി V നായർ തുടങ്ങിയവർ പങ്കെടുത്തു. 2017 മുതൽ വൈക്കത്ത് സർവീസ് നടത്തുന്ന ആദ്യത്തെയാണ് രാജ്യത്തെ ആദ്യ സോളാർ യാത്രാ ബോട്ട്. ഇതിനു പുറമെ ഇവിടെ സർവീസ് നടത്തുന്ന 3 ഡീസൽ ബോട്ടുകൾക്ക് പകരമായാണ് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച സോളാർ ഇലക്ട്രിക് ബോട്ടുകൾ വൈക്കത്തേക്ക് എത്തിയത്. ആദ്യത്തെ ബോട്ടിന്റെ 2ാം വേർഷനാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന ബോട്ടുകൾ. ഓരോ ബോട്ടിലും 75 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. 3,15 ലക്ഷം രൂപയാണ് ഒരു ബോട്ടിന്റെ നിർമ്മാണ ചെലവ്. ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് ക്ലാസിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച ബോട്ടുകൾക്ക് 80 കിലോവാട്ട് ബാറ്ററി ശേഷിയുണ്ട്. മണിക്കൂറിൽ ശരാശരി 10.8 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്തുന്ന ഇവയ്ക്ക് 15 മിനിറ്റിനുള്ളിൽ വൈക്കത്ത് നിന്ന് തവണക്കടവിലെത്താൻ കഴിയും. ശബ്ദ വായു മലിനീകരണം ഇല്ലാതെ പരിസ്ഥിതി സൗഹൃദ യാത്രയാണ് ഇവ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് മുൻഗണന നൽകുമെന്ന് മാണി സി കാപ്പൻ MLA. എലിക്കുളം അമ്പലംപടി തോക്കനാട്ടുപടി റോഡിന്റെ പാലം വീതി കൂട്ടിയുള്ള നവീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. എലിക്കുളം അമ്പലംപടി തോക്കനാട്ടുപടി റോഡിന്റെ പാലം വീതി കൂട്ടി നവീകരിക്കുന്നു. നവീകരണ നിർമ്മാണോദ്ഘാടനം മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് മുൻഗണന നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നാട്ടുകാരെ കൂടാതെ എലിക്കുളം MGM UP സ്കൂളിലെത്തുന്നവർക്കും ഭഗവതി ക്ഷേത്രത്തിലെത്തുന്നവർക്കും ഏറെ പ്രയോജനകരമാവും പാലം വീതി കൂട്ടി നവീകരിക്കുന്നത്. എലിക്കുളം ഭഗവതി ക്ഷേത്ര മാനേജർ TS രഘു അധ്യക്ഷത വഹിച്ചു. എലിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യൂസ് പെരുമനങ്ങാട്, വാർഡംഗം C മനോജ്, ദേവസ്വം സെക്രട്ടറി KR രമേശ്, M രാമേന്ദ്രൻ നായർ, TK വിശ്വനാഥൻ നായർ, P ശബരിനാഥൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കുമരകം കോണത്താറ്റ് പാലം നാടിന് സമർപ്പിച്ചു. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പണിയാനാണ് തീരുമാനിച്ചതെങ്കിലും 150 പാലങ്ങൾ നിർമ്മിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കുമരകം കോട്ടയം റോഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കുമരകം കോണത്താറ്റ് പാലം നാടിന് സമർപ്പിച്ചു. 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടതെങ്കിലും 150 പാലങ്ങൾ നിർമ്മിച്ചെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് പറഞ്ഞു. ടൂറിസം മേഖലയിലും പാലങ്ങൾ പുത്തൻ അധ്യായം രചിക്കുകയാണ്. പാലങ്ങളുടെ അടിയിലുള്ള സ്ഥലം ഉപയോഗപ്രദമാക്കിക്കൊണ്ടുള്ള V പാർക്ക് നിരവധി പേരെയാണ് ആകർഷിക്കുന്നത്. റോഡ് നവീകരണത്തിനായി മാത്രം ഈ സർക്കാർ 35,000 കോടി രൂപയാണ് ചെലവഴിച്ചതെന്നും ദേശീയപാത 550 കിലോമീറ്റർ പൂർത്തീകരിക്കാനായെന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. 2021 മെയ് 20 ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ്. 100 അല്ല, ഇപ്പോൾ 150 കഴിഞ്ഞു എന്ന സന്തോഷകരം അറിയിക്കുക. കേരളത്തിൻ്റെ ടൂറിസം മേഖലയിലും പാലങ്ങൾ ഒരു കേന്ദ്രങ്ങളായി മാറുന്നു. പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം, ആളുകൾക്ക് ഒത്തുകൂടാനുള്ള സ്ഥലം, V പാർക്ക് ഇതിനകം തന്നെ പ്രസിദ്ധമായിട്ടുണ്ട്, ജനകീയമായിട്ടുണ്ട്. കിഫ്ബി വഴി 528 പദ്ധതികൾക്കായി 46,145 കോടി രൂപയാണ് PWD മാത്രമായി അനുവദിച്ചത്. കുമരകം ആറ്റാമംഗലം പള്ളി മൈതാനത്ത് നടന്ന ചടങ്ങിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. കിഫ്ബി വഴി 120 കോടി രൂപ അനുവദിച്ച് കോട്ടയം കുമരകം റോഡ് വീതി കൂട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. കുമരകത്തെ റോഡുകളെല്ലാം BMBC നിലവാരത്തിലാക്കി. കോണത്താറ്റ് പാലത്തിന്റെ പേര് രേഖകളിൽ കാരിക്കാത്തറ എന്നാക്കിയിട്ടുണ്ടെങ്കിലും കോണത്താറ്റ് എന്ന പേര് നിലനിർത്തുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ഈ റോഡ് വൈഡൻ ചെയ്ത് നമുക്ക് ഗവണാറ്റിങ്കര വരെ പോകുന്നതിന് വേണ്ടി 120 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയും ഈ സന്ദർഭത്തിൽ അനുവദിക്കുക. അതിനുവേണ്ടിയുള്ള ഭൂമിയെടുപ്പ് ആരംഭിച്ചു. സർവേ ഇപ്പം കല്ലിട്ട് തുടങ്ങി. അത് കഴിഞ്ഞാൽ 4-1 നോട്ടിഫിക്കേഷനും 6-1 നോട്ടിഫിക്കേഷനും കഴിഞ്ഞ് ലാൻഡ് അക്വസിഷനിലേക്കുള്ള നടപടിയിലേക്ക് വരും. അതിൽ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കുമരകം മാർക്കറ്റ് ഉൾപ്പെടെ അവിടുത്തെ കച്ചവടക്കാരുമായി സംസാരിച്ച് അവരെയെല്ലാം നമുക്ക് സംരക്ഷിച്ചുകൊണ്ടും ഒപ്പം അവിടെ ഗുരുമന്ദിരം ഉൾപ്പെടെ നമുക്കിവിടെ മാറ്റേണ്ടതായി വരുമ്പോൾ ഇതിന് പകരം അവർക്ക് വയ്ക്കാനുള്ള സൗകര്യം ഉറപ്പാക്കി കൊടുത്തുകൊണ്ടും എല്ലാമായിരിക്കും റോഡ് വൈഡനിങ് വരിക. ചടങ്ങിൽ കുമരകം പഞ്ചായത്ത് പ്രസിഡന്റ് MP ഗോപി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ ഷിജോ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KG ബിനു, സീമ ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു. കുമരകം ടൗണിലേക്കുള്ള പ്രവേശന കവാടത്തിൽ 4 മീറ്റർ മാത്രം വീതിയുണ്ടായിരുന്ന പഴയ പാലം പൊളിച്ചു നീക്കി 107.1 മീറ്റർ നീളത്തിലും 13 മീറ്റർ വീതിയിലുമാണ് പുനർനിർമ്മിച്ചത്. അപ്രോച്ച് റോഡിന്റെ സ്ഥലമേറ്റെടുപ്പ് അടക്കം കിഫ്ബിയിലൂടെ 29.49 കോടി രൂപയാണ് ചെലവഴിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാന ന്യൂനപക്ഷ വികസന കാര്യ കോർപ്പറേഷന്റെ കോട്ടയം മേഖലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ന്യൂനപക്ഷ വകുപ്പ് ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ കോട്ടയം മേഖലാ ഓഫീസ് തുറന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ഏതൊരു സർക്കാരിനേക്കാളും LDF സർക്കാരിന്റെ കാലത്താണ് ന്യൂനപക്ഷ ക്ഷേമത്തിനായി ഏറ്റവും അധികം തുക അനുവദിച്ചിട്ടുള്ളത് മന്ത്രി പറഞ്ഞു. ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റുകൾ ചെയ്തതെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഫൈനാൻസ് കോർപ്പറേഷൻ ധാരാളം പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 1 രൂപ ആർക്കും ലഭ്യമാണ്. പലപ്പോഴും ആ പണം നഷ്ടപ്പെട്ടു വരികയാണ്. ഇപ്പൊ BJPക്ക് പോലുള്ള പദ്ധതികളുണ്ട്. ഏതെങ്കിലും 3000 കോടി രൂപയിലധികം ഒരു കാലത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിലെ നൽകിയിരുന്നതാണ്. ഇന്ന് കേന്ദ്ര ബഡ്ജറ്റ് 300 കോടി രൂപയായി അത് കൊടുക്കും. അത് തന്നെ കൃത്യമായി ലഭിക്കും. ഇപ്പൊ നമ്മൾ തന്നെ അപേക്ഷകൾ നൽകി 4 വർഷം കഴിഞ്ഞു. ഇപ്പൊ വീണ്ടും നമ്മൾ അപേക്ഷകൾ നൽകി.
ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കേരളവുമായുള്ള താരതമ്യ പഠനത്തിന് ഞങ്ങൾ തയ്യാറാണ്. ചെയർമാൻ സ്റ്റീഫൻ ജോർജ് അധ്യക്ഷനായി. ജോസ് കെ മാണി എം പി, കെ ഫ്രാൻസിസ് ജോർജ് എം പി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്നിവർ വിവിധ വായ്പാ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസ് വലിയ മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. അബ്ദുൾ മുജീബ്, ഇമാം താഹ മൗലവി, MP സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ ഗവൺമെന്റ് ആയുർവേദ സ്ഥാപനങ്ങൾ സംയുക്തമായിട്ടാണ് ഹെൽത്തി കേരള ക്യാമ്പയിൻ നടത്തിയത്. സംസ്ഥാന സർക്കാർ ആയുഷ് വകുപ്പുമായി ചേർന്ന് ആരംഭിച്ച വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിനും എക്സ്പോയും നടത്തി. ആരോഗ്യകരമായ ഭക്ഷണം, മിതമായ വ്യായാമം, കൃത്യമായ ഉറക്കം, ആരോഗ്യ പരിപാലനം എന്നിവയിൽ ഊന്നിയുള്ള ജീവിത രീതി പ്രചരിപ്പിക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ഉദ്ദേശം. പൊൻകുന്നം വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് MLA ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് മോളിക്കുട്ടി തോമസ്, ആന്റണി മാർട്ടിൻ, ഡോക്ടർ അഞ്ജലി തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി ഹെൽത്തി ഫുഡ് എക്സിബിഷൻ, യോഗ എക്സിബിഷൻ, ബോധവൽക്കരണ ക്ലാസുകൾ, ഹെൽത്ത് ചെക്കപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ പേര് കത്രിക വകുപ്പ് എന്നാക്കണമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ്. ആരോഗ്യമേഖല ഏറ്റവും മോശമായ അവസ്ഥയിലാണ്. വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക മറന്ന സംഭവത്തിൽ ശരിയായ അന്വേഷണം പോലും നടക്കുന്നില്ലെന്നും PC തോമസ് പറഞ്ഞു. ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്ന് ഒരു ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള ആശുപത്രിയിൽ നിന്ന് സർജറി ചെയ്തപ്പോൾ ഒരു കത്രിക അവിടെ പോയിരിക്കുന്നു. അതും ചെറിയ കത്രികയൊന്നുമില്ല, അത്യാവശ്യം നീളവും വീതിയും ഉള്ള കത്രിക. ഇതെന്താ ഈ കത്രിക? ഇത് ഇനി പിണറായി വിജയൻ്റെ പുതിയ ചിഹ്നമാണോ എന്ന് പോലും ജനങ്ങൾ ചിന്തിക്കുക. കാരണം ആ പുതിയ ചിഹ്നം എല്ലാവരുടെയും വയറ്റിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഈ പ്രഗ്നന്റ് ലേഡീസിൻ്റെ കയ്യിലേക്ക് എത്തി, അല്ലെങ്കിൽ വയറ്റിലേക്ക് എത്തി, എല്ലാവരുടെയും അടുത്തേക്ക് വരികയാണോ എന്ന സംശയം വരുന്നു. ഈ വകുപ്പിൻ്റെ പേര് തന്നെ മാറ്റി കത്രിക വകുപ്പ്, ആരോഗ്യ വകുപ്പ് എന്നുള്ളത് മാറ്റി കത്രിക വകുപ്പ് എന്നാക്കണം എന്നുവരെ ജനങ്ങൾ പറഞ്ഞു തമാശനാണെങ്കിലും പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് തല സെമിനാർ നടത്തി. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്നതായിരുന്നു വിഷയം. ചിറക്കടവ് പഞ്ചായത്ത് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബുലാൽ PK അധ്യക്ഷനായി. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ, ബാബു K. ജോർജ്, സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. MG സർവകലാശാല സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് പ്രൊഫസർ ഡോക്ടർ അജു K. നാരായണൻ വിഷയാവതരണം നടത്തി. ഭരണഘടനയിൽ ഒരുപക്ഷെ പലപ്പോഴും ഇൻ ബിറ്റ്വീൻ ദി ലൈൻസ് നമ്മൾ പറയുന്നത് പോലെ വരികൾക്കിടയിൽ പലപ്പോഴും വായിക്കുകയും അതേ ഭരണഘടനയുടെ വരികൾ, വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ക്ലോസുകൾ ഉപയോഗിച്ച് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് സംസ്ഥാനങ്ങളെ ഞെരുക്കാനുള്ള നടപടികൾക്ക് വേണ്ടിയുള്ള കൃത്യമായ നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കുകയും ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാനപരമായ അന്തസത്തയെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സമകാലിക കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വലിയ നോമ്പിലെ ആദ്യ വെള്ളിയിൽ വല്യച്ചൻമല ചവിട്ടി ആയിരങ്ങൾ. അരുവിത്തുറ ദൈവാലയത്തിൽ നിന്നും ജപമാല പ്രദക്ഷിണത്തോടെയാണ് കുരിശിന്റെ വഴി ആരംഭിച്ചത്. വലിയ നോമ്പിന്റെ ആദ്യ വെള്ളിയിൽ വല്യച്ചൻമല ചവിട്ടി ആയിരങ്ങൾ. സഹനത്തിന്റെയും അനുതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും കാലമായ വലിയ നോമ്പിന്റെ ആദ്യ വെള്ളിയിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ട് നിരവധി വിശ്വാസികൾ വല്യച്ചൻമല കയറി. അരുവിത്തറ ദേവാലയത്തിൽ നിന്നും ജപമാല പ്രദക്ഷിണത്തോടെ ആരംഭിച്ച കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലെ പ്രൊഫസർ ഫാദർ തോമസ് വടക്കൽ പീഡാൻഫോ സന്ദേശം നൽകി. വികാരി ഫാദർ മാത്യു ചതിരക്കുന്നൽ, ഫാദർ ബിജു കുന്നക്കാട്ട്, ഫാദർ ഗോഡ്സൺ ചെങ്ങഴശ്ശേരിൽ, ഫാദർ ജോസഫ് കുഴിവേലിത്തറത്തിൽ, ഫാദർ സിറിൽ തയ്യിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാലകയറ്റത്തിൽ വിശ്വാസികളും സന്യസ്തരും കുട്ടികളും ഉൾപ്പെടെ ധാരാളം പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി കോടതി സമുച്ചയം നാടിന് സമർപ്പിച്ചു. ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ജഡ്ജിമാരുടെയും ജീവനക്കാരുടെയും കുറവുണ്ടെന്ന് ജസ്റ്റിസ് TR രവി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ചൊവ്വാഴ്ച പൊൻകുന്നത്ത്. രാവിലെ 11 മണിക്ക് സ്വീകരണം. ഒരുക്കങ്ങൾ പൂർണ്ണം.
വൈക്കത്ത് ഇനി സോളാർ ബോട്ടുകളും 4 ബോട്ടുകൾ സർവീസ് നടത്തും. വൈക്കം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ. ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് മുൻഗണന നൽകുമെന്ന് മാണി സി കാപ്പൻ MLA. എലിക്കുളം അമ്പലംപടി തോക്കനാട്ടുപടി റോഡ് നവീകരണം തുടങ്ങി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.